നമസ്കാരം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നമുക്ക് തോന്നരുത്. ഒരു ജീവനെടുക്കാൻ ചെറിയ ഒരു മനപ്രയാസം ഒരാൾക്ക് നൽകിയാൽ മതിയാവും. അതുകൊണ്ട് കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അപവാദങ്ങൾ പരത്താതിരിക്കുക, എന്തിനു വേണ്ടിയായാലും. പ്രിയപ്പെട്ടവരെ, ഷിഞ്ചിത എന്ന പെണ്ണിന് അവളുടെ സ്തനങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവനെടുക്കാൻ പറ്റി. എന്താണിത്ര സ്തനങ്ങളിലുള്ളത്? ഇവളുടെ സ്തനത്തിൽ അസുഖമൊന്നും വരില്ലേ? ഇവളുടെ സ്തനത്തിൽ ക്യാൻസർ വരില്ലാന്ന് തീർച്ചയുണ്ടോ? കുറേ നാൾ കഴിയുമ്പോൾ ഇവളെ ഉയർന്നിരിക്കുന്ന സ്തനങ്ങൾ താഴേക്ക് പോയി പെൻഡുലസ് ആയിട്ട് തൂങ്ങിക്കിടക്കില്ലേ? ഇവൾ എന്ത് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്തനം കൊണ്ട് സ്തനത്തിൽ ഒരുത്തൻ ഉരച്ചു എന്ന പേര് പറഞ്ഞ് ദീപക്കിൻ്റെ ജീവനെടുക്കാനായിട്ട് ജീവനെടുത്തത്? എന്തുകൊണ്ടാണ് അവൾ അത് ചെയ്തത്? അതുകൊണ്ട് അവൾക്ക് കുറച്ച് റീച്ച് കിട്ടിയോ? അവളുടെ സ്തനങ്ങൾക്ക് റീച്ച് കിട്ടിയോ? നോക്കൂ, നമ്മുടെ ശരീരത്തിലെ സ്വെറ്റ് ഗ്ലാൻഡ്സ്, വിയർപ്പ് ഗ്രന്ഥികൾ മോഡിഫൈ ചെയ്തുണ്ടായതാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്ന സ്തനങ്ങൾ. അത് സ്ത്രീകളിൽ പാലുണ്ടാക്കാനും പാലൂട്ടാനും വേണ്ടി അത് കുറച്ച് വലുതാണ്. അതിൻ്റെ അറ്റത്തുള്ള നിപ്പിൾ എന്ന് പറയുന്ന ഭാഗം കുറച്ച് സെൻസിറ്റീവുമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് അത് കുറച്ച് ഒരു സെക്ഷൽ ഓർഗൻ, അക്സസറി ആയിട്ടുള്ള അസോസിയേറ്റഡ് സെക്ഷൽ ഓർഗനായിട്ടും അതിനെ നമ്മൾ വിലയിരുത്താറുണ്ട്. പക്ഷേ നോക്കൂ ഷിഞ്ചിതേ, ഈ സ്തനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതലും സ്ത്രീകളിൽ കാണുന്ന ക്യാൻസർ സ്തനത്തിലെ ക്യാൻസറാണ്, ബ്രസ്റ്റിലെ ക്യാൻസറാണ്. നിൻ്റെ ബ്രസ്റ്റിൽ ഫൈബ്രോ അഡിനോമയും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഒന്നും വരില്ല എന്ന് നിനക്ക് തീർച്ചയാണോ? ഈ മഹാപാപം, ഒരു മനുഷ്യൻ്റെ ജീവനെടുത്ത മഹാപാപം നിൻ്റെ നിപ്പിളിൽ ഉരച്ചെന്നല്ലേ പറയുന്നത്? അതുകൊണ്ട് നിനക്ക് സുഖം കിട്ടിയതുകൊണ്ടല്ലേ നിൻ്റെ മുഖത്ത് ആ പുഞ്ചിരി വന്നത്? ഞാൻ ആ വീഡിയോ കണ്ടു. ആ പാവം മനുഷ്യൻ ബാഗ് എടുത്തപ്പോൾ അയാളുടെ കൈയൊന്ന് തട്ടി. ആ തട്ടിയത് ദേഹത്ത് കൊണ്ടിട്ട് പോലുമില്ല. പക്ഷേ നീ അതിനെ വലിച്ചു നീട്ടി നിൻ്റെ വീഡിയോയിൽ അത് ഉരച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് അത് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി നീ നിന്നു. നീ തട്ടമിട്ടിട്ടുണ്ടല്ലോ. നിൻ്റെ ആ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം നീ മറച്ചോ? ഇല്ല, അത് നീ പ്രൊജക്റ്റ് ചെയ്ത് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഉരച്ചു എന്ന പേര് പറഞ്ഞ് ആ പാവപ്പെട്ട മനുഷ്യനെ, അല്ലെങ്കിൽ തന്നെ അയാളൊരു വല്ലാത്തൊരു വ്യാകുലാവസ്ഥയിലായിരുന്നു. ആ മനുഷ്യനെ, ആ ഒരു കുടുംബത്തിനെ നീ ഇല്ലാതാക്കിയില്ലേ? ഒരു കുഞ്ഞിനെ അച്ഛനില്ലാതാക്കിയില്ലേ? നിനക്കെന്ത് കിട്ടി അതിൽ നിന്നും? എന്നിട്ട് നീ ഇപ്പോൾ ചാടിപ്പോയോ വെളിയിലേക്ക്? നീ എവിടെ ചാടിപ്പോയാലും പടച്ചോൻ്റെ പടച്ചോൻ്റെ കണ്ണുകൾ നിന്നെ നോക്കുന്നുണ്ട്. പടച്ചോൻ്റെ മലക്കുകളുടെ ദൃഷ്ടി നിന്നിൽ പതിയുന്നുണ്ട്. നീ അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നീ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിനക്കെന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല നിനക്കെന്താണ് ഇനി ചെയ്യാൻ പറ്റുക ഒരു മനുഷ്യ ജീവൻ എടുത്തതുകൊണ്ട്. കാരണം ആ പടച്ചോൻ നിനക്കുള്ള ശിക്ഷ ഇതിനകം തന്നെ വിധിച്ചു കഴിഞ്ഞു. അത് ചിലപ്പോൾ നിനക്ക് ബ്രസ്റ്റ് ക്യാൻസറായിട്ട് പല രീതിയിലുള്ള സെക്കൻഡറിയോ അല്ലെങ്കിൽ പ്രൈമറിയോ ബ്രസ്റ്റ് ക്യാൻസറായിട്ട് നിൻ്റെ ബ്രസ്റ്റ് അഴുകി പോകുമ്പോൾ നീ അത് മനസ്സിലാക്കും. നോക്കൂ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ, കേട്ടോ. അത് വളരെയധികം നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ രോഗത്തിലേക്കാണ് നിൻ്റെ ഈ ഒരു കർമ്മം കൊണ്ട് നീ ചാടിയിരിക്കുന്നത്. ഇന്ന് നീ സുന്ദരിയായിരിക്കാം, നാളെ നിൻ്റെ ബ്രസ്റ്റ് അഴുകി അതിനകത്തുനിന്ന് സ്മെല്ല് വന്ന് അതിനകത്തുനിന്ന് പുഴുക്കൾ വന്ന് നീ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പോൾ നീ അനുഭവിക്കുന്നത് വരാതിരിക്കാൻ വേണ്ടി നീ അതിനുള്ള പരിഹാരം ചെയ്യുക. നീ പടച്ചോൻ്റെ മുന്നിൽ, എല്ലാവരുടെയും മുൻപിൽ പടച്ചോൻ്റെ സാക്ഷിയാക്കി എല്ലാവരുടെയും മുന്നിൽ മാപ്പ് പറ. നിൻ്റെ റീൽസിൽ കൂടെ തന്നെ നീ മാപ്പ് പറ. നീ ലോകത്തിനോട് മാപ്പ് പറ. ഒളിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിൻ്റെ പണത്തിൻ്റെ കനം കൊണ്ട് നീ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് നാളെ നിന്നെ നരകത്തിലേക്ക് ഇടുന്നതിന് മുൻപേ ഇപ്പോൾ ദൈവം കൊടുക്കുന്നത് പാപം ചെയ്യുന്നവർക്ക് അന്നന്നാണ് കൂലി. അതുകൊണ്ട് തന്നെ നീ ഈ ജന്മം തന്നെ അനുഭവിച്ച് പോകേണ്ടി വരും മോളെ. അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ്യുക. നീ എല്ലാവരുടെയും മുൻപിൽ സോഷ്യൽ മീഡിയയിലൂടെ നീ സമസ്താപരാധം മാപ്പ് പറ. അവൻ്റെ കുടുംബത്തിലേക്കും ആ പയ്യൻ്റെ കുടുംബത്തിനോടും ആ പയ്യൻ്റെ അമ്മയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുക. അവർ മാപ്പ് തന്നാൽ നിനക്ക് ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. ചിലപ്പോൾ ചെറിയ ചെറിയ രോഗങ്ങളായിട്ട് നിൻ്റെ ബ്രസ്റ്റിനെ അത് ബാധിക്കും. ഇല്ലെങ്കിൽ നോക്ക്, നീ വിചാരിക്കുന്നതല്ല വരാൻ പോകുന്നത്. നീ സെക്കൻഡറിയും പ്രൈമറിയും സെക്കൻഡറിയും ഒക്കെ വന്ന് നിൻ്റെ ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ച് നീ മരിക്കേണ്ടതായിട്ട് വരും. കാരണം അങ്ങനെയാണ് പടച്ചോൻ്റെ വിധി എന്ന് പറയുന്നത്. പടച്ചോൻ ഒരു നീതി ദേവതയെ പോലെയാണ്, കണ്ണടച്ചാണ് നീതി നടപ്പാക്കുന്നത്. നിൻ്റെ സൗന്ദര്യം നോക്കിയല്ല പടച്ചോൻ നീതി നടപ്പാക്കുന്നത്, നീ ചെയ്ത കർമ്മം നോക്കിയാണ്. പടച്ചോൻ്റെ മുന്നിൽ നീ പാപിയാണ്. പാപിയായ
ഷിഞ്ചിത, നീ ഒരു കാര്യം ചെയ്യുക, നീ ലോകത്തിന് മുന്നിൽ മാപ്പ് പറ. ആ ദീപക്കിൻ്റെ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ആ അമ്മയുടെ കണ്ണുനീരൊപ്പാനായിട്ട് അവളുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുക. ഈ ലോകത്തിനോട് മാപ്പ് ചോദിക്കുക. നിനക്ക് എത്ര റീച്ച് കിട്ടിയെന്ന് പറഞ്ഞ് നിനക്കൊന്നും കിട്ടില്ല. ഇങ്ങനെ ഒരസുഖം വന്നാൽ നീ അനുഭവിക്കുന്ന വേദന അത് ഒരു മോർഫിൻ കൊണ്ടും മാറ്റാൻ പറ്റില്ല ഷിഞ്ചിത. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കള്ളക്കഥകളുണ്ടാക്കി പറഞ്ഞ ആണുങ്ങളെയായാലും പെണ്ണുങ്ങളെയായാലും അപമാനത്തിലൂടെ അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യുന്നത് കൊടും പാപമാണ്, ലോകത്തെ ഏറ്റവും വലിയ പാപമാണ്. എത്രയോ നാൾ ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യനാണ് അയാളുടെ ചെറുപ്പത്തിൽ പോയി. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം, നിഷ്കളങ്കായവനായ ഒരു മനുഷ്യൻ. അയാളെ ഇല്ലാതാക്കിയപ്പോൾ നിനക്കെല്ലാം ആയോ? നീ മണിമാളികയിൽ വാഴുകയാണോ, ദുബായിലോ മറ്റോ? നിനക്ക് വേണ്ട ശിക്ഷ ഇവിടെ കിട്ടില്ല. കുറച്ച് നാൾ നീ ജയിലിൽ കിടക്കുമായിരിക്കും, അത് കഴിഞ്ഞ് നിന്നെ വെളിയിൽ വിടും. അതുകൊണ്ടൊന്നും പറ്റില്ല. നിനക്കുള്ള ശിക്ഷ അവിടെ പടച്ചോൻ വിധിച്ചു കഴിഞ്ഞു. മലക്കുകൾ അന്ന് കണ്ടു കഴിഞ്ഞു നിന്നെ. കേട്ടോ? നീ അത്ര അഹങ്കരിക്കാതെ. ഇതുപോലെ തന്നെ വേറെ എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. മനുഷ്യരെ വല്ലവരും അപമാനിച്ചു, നിങ്ങളെ വളരെ അപവാദങ്ങൾ പറഞ്ഞ് താഴ്ത്തി ഇകഴ്ത്തി കാട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആത്മഹത്യയിലേക്കല്ല പോകേണ്ടത്. നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുക, നല്ലൊരു കൗൺസിലിങ്ങിന് പോവുക. നിങ്ങളുടെ ജീവിതം അമൂല്യമായി കിട്ടിയ ഈ മനുഷ്യജീവിതം കളയരുത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വല്ലവർക്കും ഇല്ലെങ്കിൽ വല്ലവരും നന്മയുണ്ടാക്കി കൊടുക്കാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾ കളയരുത്. നിങ്ങൾ ദൈവത്തിനെ ഓർക്കുക, നിങ്ങളുടെ കുടുംബത്തിനെ ഓർക്കുക, നിങ്ങളെ പ്രസവിച്ച അമ്മയെ ഓർക്കുക. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്ക്, അയാൾ എത്രയധികം അപമാനിച്ചു, അയാൾ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സൂര്യനെല്ലെ പെൺകുട്ടിയെ നോക്ക്, അവൾ ആത്മഹത്യ ചെയ്യേണ്ടതല്ലായിരുന്നു, അവൾ പിടിച്ചു നിന്നില്ലേ. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമുക്ക് കിട്ടിയ ഈ മനുഷ്യജീവിതം അവസാനം വരെ നമുക്ക് തീർക്കാൻ പറ്റട്ടെ, അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദങ്ങളിലേക്ക് ചെല്ലാൻ കഴിയട്ടെ. അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, പെണ്ണെ, നീ മാപ്പ് പറയുക. വീണ്ടും വീണ്ടും മനസ്സറിഞ്ഞ് മാപ്പ് പറയുക. പടച്ചോൻ്റെ മുൻപിലും ലോകത്തിന് മുൻപിലും ആ പയ്യൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാൽക്കൽ വീണും മാപ്പ് പറയുക. അവൻ്റെ മകൻ്റെ കെട്ടിപ്പിടിച്ച് അവനോട് മാപ്പ് പറയുക. എല്ലാവരോടും മാപ്പ് പറയുക, തുറന്ന് പറയുക അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. എങ്കിൽ ചിലപ്പോൾ നിനക്ക് പടച്ചോൻ മാപ്പ് തന്നേക്കാം, ഒരു 50%